ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന 5th സ്റ്റാൻഡേർഡിലെ ഗണിതമാണ് കേട്ടോ. അതിൽ 3rd ചാപ്റ്ററായ ഗുണന രീതികൾ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗുണിക്കാൻ നിങ്ങൾക്കറിയാം അല്ലേ, എങ്ങനെയൊക്കെയാണ് ഗുണന രീതികൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഗുണന വ്യത്യാസമാണ്. സംഖ്യകൾ കൂട്ടാനും ഗുണിക്കാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ചെറിയ ചോദ്യം, 15 + 8 എത്രയാ? 15 + 8 എത്രയാ? അപ്പം 15 + 8 എത്രയാ? 23 അല്ലേ. അതുപോലെ 18 + 5 ആയാലോ, അത് 23 അല്ലേ. ഇനി ഗുണനം നോക്കാം നമുക്ക്. 15 × 8 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 15 × 8 എത്രയാ? അതുപോലെ തന്നെ 18 × 5 ആയാലോ, അപ്പൊ 15 × 8 എത്രയാ? അപ്പൊ 15 × 8 120 അല്ലേ. അങ്ങനെയാണ് ഈ 18 × 5 90 അല്ലേ. പക്ഷെ നമ്മൾ നോക്കിയത് 15 × 8 കൂട്ടിയപ്പോൾ നമുക്ക് 23 കിട്ടും. അതുപോലെ 18 + 5 കൂട്ടിയപ്പോൾ 23 തന്നെ കിട്ടി അല്ലേ. പക്ഷെ ഗുണിച്ചപ്പോൾ 15 × 8 ഗുണിച്ചപ്പോൾ 120 ആണ്. പക്ഷെ 18 × 5 കൂട്ടിയപ്പോൾ ഇൻറ്റു ചെയ്തപ്പോൾ എന്താണ്? 90 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് ഈ കൂട്ടുമ്പോൾ മാത്രം ഒരേ ഉത്തരം കിട്ടിയത്? നമുക്ക് എങ്ങനെയാന്ന് നോക്കാം, കൂട്ടി നോക്കാം നമുക്ക്. അപ്പോൾ 15 + 8 നമ്മൾ 10 + 5 + 8 നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 23 കിട്ടും. അതുപോലെ 18 + 5 നമുക്ക് 10 + 8 + 18 10 + 8 എടുക്കുക +5 അല്ലേ. സെയിം തന്നെയാണ് വരുന്നത് അല്ലേ. 5നോട് 8 കൂട്ടിയാലും 8നോട് 5 കൂട്ടിയാലും 13 തന്നെയല്ലേ ആണ് അല്ലേ. ഇനി ഗുണിക്കുമ്പോൾ നോക്കിയാൽ 15 × 8 എന്താണ്? 10 + 5 അല്ലേ. 15 നമ്മൾ 10 + 5 കൊടുക്കുക അല്ലേ, × 8. അപ്പോൾ 10 × 8 80 + 5 × 8 40 അല്ലേ. അപ്പോൾ 120. ഈ 18 + 5 നമുക്ക് 18 നമുക്ക് എങ്ങനെ എഴുതാം? 10 + 8 എന്ന് എഴുതാം. പിന്നെ × 5 അല്ലേ. ദെൻ എന്താണ്? ഈ 10 × 5 50 + 8 × 5 എത്രയാ? 40 അല്ലേ. അപ്പോൾ 50 + 40 90 അല്ലേ. ഇവിടെ 5ന്റെ 8 മടങ്ങും 8ന്റെ 5 മടങ്ങും 40 തന്നെ. പക്ഷെ രണ്ട് ഗുണനഫലങ്ങളും ബാക്കിയുള്ളത് വേറെയാണ് അല്ലേ. ഓക്കെ. ദെൻ ചിത്രം വരച്ച് ഇത് കാണാൻ എങ്ങനെയാണെന്ന് നോക്കിയേ. എങ്ങനെയാണ് ചിത്രം വരച്ചത് കാണുന്നത്? അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് 15 × 8 അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? 15നെ ഈ ഇതിലേക്ക് 15 എണ്ണം ഇതിലേക്ക് ഇട്ടു അല്ലേ. അങ്ങനെ ഈ പൊട്ടുകളാക്കി അങ്ങനെ ഇതാക്കുക. ഇനി എന്താ അതിന്? 18 വടിയും 5 വടിയും വെക്കുക. ഇവിടെ അങ്ങനെ 15 8 അല്ലേ. അതുപോലെ 18 × 5 ഇങ്ങനെയും പൊട്ടുകൾ വെക്കുക. ഇനി രണ്ട് ചിത്രങ്ങളിലും എന്താണ്? 10 പൊട്ടുകളുള്ള വരികളായി ഇങ്ങനെ മുറിക്കുക. കണ്ടോ, ഇവിടെ 10 ആയി അല്ലേ. ഇവിടെയോ 5 അല്ലേ. ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ 10, ഇവിടെ എത്രയായി? 8 അല്ലേ. ഇത് 5ഉം ഇത് 8ഉം. ഓക്കെ. അപ്പോൾ രണ്ട് ചിത്രങ്ങളെയും വലത് കളത്തിൽ എത്രയാണ്? 40 പൊട്ടുകൾ അല്ലേ. ഇവിടെ എന്താ? 5 × 40. ഇവിടെ എത്രയാണ്? 5 × 40. പക്ഷെ ഇവിടെ എത്രയാ? 1 80ഉം ഇവിടെ എത്രയാണ്? 1 50ഉം ആണ് അല്ലേ. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ. ഇനി നോക്കൂ. അപ്പോൾ എന്താണ്? 15 × 8 ആണ് എന്ത്? 18 × 5നേക്കാൾ വലുത്. ഓക്കെ. ഇനി 16 × 9 ആണോ 19 × 6 ആണോ വലുത് എന്ന് ഗുണിച്ച് നോക്കാതെ തന്നെ പറയാൻ പറ്റുമോ? എങ്ങനെ ആലോചിക്കുക? ഇപ്പോൾ ഗുണിച്ച് നോക്കാതെ പറയണം നമുക്ക്. 16 × 9 ആണോ 19 × 6 ആണോ വലുത് എന്നുള്ളത് അല്ലേ. അപ്പം 16 × 9 നമ്മൾ എന്താക്കുക? 10 + 6 കൊടുക്കുക അല്ലേ. 16നെ 10 + 6 16 അല്ലേ, × 9 അല്ലേ. പിന്നെ എന്താക്കുക? 10 × 9 90 + 6 × 9 ഇതാക്കുക. ഓക്കെ. പിന്നെ 19 × 6 നമ്മൾ എന്താക്കുക? 10 + 9 നോക്കുക × ഈ 6 എഴുതുക. 19നെ 10 + 9 19 അല്ലേ, അത് എഴുതുക × 6. ഇതൊരു 10 × 6 60ഉം പിന്നെ 9 × 6ഉം. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതാ വലുത്? മൂലത്തിൽ 16 × 9 അല്ലേ. എത്രയാണ് കൂടുതൽ? ഈ 6 × 9ഉം ഇവിടെയും 9 × 6ഉം സെയിം തന്നെ അല്ലേ. പിന്നെ ഇവിടെ 10 × 9 90 ആണ്. ഇവിടെ 10 × 6 എത്രയാണ്? 60 ആണ് അല്ലേ. അപ്പോൾ 90 60 ആണ് അല്ലേ. അപ്പോൾ 30 ആണ് കൂടുതൽ. ഇനി ഇവിടെ ചുവടെയുള്ള ഗുണനഫലങ്ങൾ ഏതാണ് വലുത് എന്നും എത്ര കൂടുതലാണെന്നും മനക്കണക്കായി പറയാൻ പറ്റുമോ? 12 × 8 ആണ് അല്ലേ. 12 × 8ന് നമുക്ക് എന്താ? 10 + 2 അല്ലേ × 8 എന്ന് കൊടുക്കുക. അപ്പോൾ 10 ഓക്കെ. 12 × 8ന് നമ്മൾ എന്താ? 10 + 2 × 8 ചെയ്ത്. അതുപോലെ 18 + 2 നമ്മൾ 10 + 8. 18നെ 10 + 8 അല്ലേ. അപ്പോൾ 10 + 8 × 2 ആക്കി. ഓക്കെ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 10 × 8 അല്ലേ. അപ്പോൾ 80 എന്ന് എഴുതാം അല്ലേ. ഇപ്പോൾ ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു എത്രയാ? 80 പിന്നെ പ്ലസ് എത്രയാ? 80 + 2 × 8 എത്രയാ? 16 അല്ലേ. ഓക്കെ. 16. ഇനി നമുക്ക് ഈ താഴെയുള്ളതിനെ എങ്ങനെ എഴുതാം? നമുക്ക് ഈ 10 + 8 × 2 അല്ലേ. അപ്പോൾ 10 × 2 എത്രയാണ്? 20 അല്ലേ. അപ്പോൾ എന്താണ്? 20 പ്ലസ് എത്രയാണ്? 20 പ്ലസ് പിന്നെ 8 × 2 16 അല്ലേ.
8 ഇൻറ്റു 2 16. ഓക്കെ, അപ്പോൾ 16 സെയിം തന്നെ അല്ലേ. പക്ഷെ ഇവിടെ 80 20 വ്യത്യാസം അല്ലേ. അപ്പോൾ എത്രയാണ് മനക്കണക്കായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ എത്രയാണ്? ആദ്യത്തെ 12 ഇൻറ്റു 8ൻ്റെത് നമ്മൾ 10 + 2 ഇൻറ്റു 8 ആക്കി അല്ലേ. അതിന് 80 + 16 വരുമ്പോൾ ഇവിടെ എത്രയായി? 96 എന്ന് അല്ലേ. ഇവിടെ എത്രയാണ്? 96 എന്ന് വന്നു, ഈക്വൽ ടു 96 ഒന്ന് അല്ലേ. ഇനി അതേപോലെ താഴെയുള്ളതോ? താഴെയുള്ളത് എന്തായി? താഴെയുള്ളത് 20 + 16 എത്രയാണ്? 36 അല്ലേ. ഇപ്പം 36 എന്ന് എഴുതിയത് കണ്ടോ. അപ്പോൾ എത്രയാണ്? 96 36 ആണ് അല്ലേ. അപ്പോൾ മനക്കണക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഈ 10ൻ്റെ ഇതിലേക്ക് ആക്കുക അല്ലേ. അതിങ്ങോട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ 1 96 1 36. അപ്പോൾ എത്രയാണ് കൂടുതൽ? ഇവിടെ 16 സെയിം തന്നെ അല്ലേ. അപ്പോൾ 80 20 ആണ് അല്ലേ. അപ്പോൾ 60 ആണ് കൂടുതൽ അല്ലേ. ദെൻ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയേ. എന്താണ്? 17 ഇൻറ്റു 6 ആണ് അല്ലേ. ഒന്ന് 17 ഇൻറ്റു 6, ഒന്ന് 16 ഇൻറ്റു 7 ആണ് അല്ലേ. അപ്പോൾ 17 ഇൻറ്റു 6നെ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം നമുക്ക്? 17 ഇൻറ്റു 6 10 + 7 അല്ലേ. എങ്ങനെയാണ്? 10 + 7 എന്ന് എഴുതാം. 10 + 7 എന്ന് എഴുതുക. ഇൻറ്റു എന്താ? ഇൻറ്റു 6 അല്ലേ. ഇൻറ്റു 6. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 10 ഇൻറ്റു 6 ചെയ്യാം അല്ലേ. ആദ്യം ഇതും ഇത് ബ്രാക്കറ്റിലാണ് അല്ലേ. അപ്പോൾ എന്താണ്? ഇത് ഈ ഇൻറ്റു 6 എന്താ? ഇത് രണ്ടിനും ബാധകമാണ് അല്ലേ. അപ്പോൾ 10 ഇൻറ്റു 6 ആദ്യം എഴുതുക. അപ്പോൾ 10 ഇൻറ്റു 6 എത്രയാണ്? 60 പ്ലസ് എത്രയാ? 7 ഇൻറ്റു 6. 7 6 എത്രയാണ്? 42 അല്ലേ. നമുക്ക് അത് എഴുതുക. ഈക്വൽ ടു എത്രയാ? 60ഉം 42 എത്രയാ? 102 അല്ലേ. അപ്പം 102 ആണ് ഇത് വരുന്നത്. ദെൻ അടുത്ത എന്താണ്? 16 ഇൻറ്റു 7 അല്ലേ. അപ്പോൾ 16 ഇൻറ്റു 7 നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 10 + 6 അല്ലേ. 10 + 6 ഇൻറ്റു 7 അല്ലേ. ഈക്വൽ ടു നമുക്ക് എങ്ങനെ ഇതാ? 10 ഇൻറ്റു 7 എത്രയാ? 70 അല്ലേ. ബ്രാക്കറ്റത്തെ ഉള്ളിലത്തെ ആദ്യം ഒന്നത്തെ എടുത്തിട്ടും ഇൻറ്റു ചെയ്യുക അല്ലേ. 7നുണ്ട് അല്ലേ. അപ്പം എത്രയാണ്? 10 ഇൻറ്റു 7 70 പ്ലസ് പിന്നെ 6 7 എത്രയാ? 42 അല്ലേ. അപ്പം 6 7 42 അല്ലേ. ഈക്വൽ ടു 70ഉം 42 എത്രയാ? 112 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിത് കിട്ടിയല്ലോ. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 60ഉം 42 102 70 42 112 അല്ലേ. ഇത് എത്ര കൂടുതൽ? 10 അല്ലേ. രണ്ടാമത്താണ് വലുത് അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ. 16 ഇൻറ്റു 7 ആണ് വലുത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്താണ്? 13 ഇൻറ്റു 9. ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ എങ്ങനെ ഇത് വരിക എന്നുള്ളത്. 13 ഇൻറ്റു 9 അല്ലേ. 13 നമുക്ക് എങ്ങനെ എഴുതാം? 10 + 3 എന്ന് എഴുതാം അല്ലേ. 10 + 3 എന്ന് എഴുതാം. ഇൻറ്റു 9 എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ 10 + 3 അല്ലേ. 10 + 3 ഇൻറ്റു എത്രയാ? 9 അല്ലേ. ഇൻറ്റു 9. അപ്പോൾ 10 + 3 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? ഈക്വൽ ടു 10 ഇൻറ്റു 9 എത്രയാ? 90 അല്ലേ. 90 പ്ലസ് പിന്നെ 3 9 എത്രയാ? 27 അല്ലേ. ഈക്വൽ ടു അപ്പോൾ 90 + 27 എത്രയാണ്? 117 അല്ലേ. 117 കിട്ടി. ഇനി അടുത്ത എന്താണ്? 19 ഇൻറ്റു 3 ആണ് അല്ലേ. 19 ഇൻറ്റു 3 നമുക്ക് എങ്ങനെ എഴുതാം? 10 + 10ൻ്റെ കണക്ക് വെച്ച് എഴുതാം കേട്ടോ. 10 പ്ലസ് പിന്നെന്താണ്? 19 അല്ലേ. 10 + 9 അല്ലേ. അപ്പോൾ 9 എന്ന് എഴുതാം. പിന്നെ 10 + 9 ഇൻറ്റു 3 അല്ലേ. ഇൻറ്റു 3 ഈക്വൽ ടു എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 3 എത്രയാ? 30 അല്ലേ. അപ്പോൾ 30 പ്ലസ് 9 3 27 അല്ലേ. 27 ഈക്വൽ ടു എങ്ങനെ എഴുതാം? 30 പ്ലസ് 27 എത്ര? 57 അല്ലേ. അപ്പോൾ 57 എഴുതും. ഓക്കെ, അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യുന്ന ഈ ബ്രാക്കറ്റിനുള്ളിൽ ഉള്ളത് എന്താണ്? ഇത് ഈ 9ന് രണ്ടിനും ബാധകമാണ് അല്ലേ. രണ്ടിനോട് ഇൻറ്റു ചെയ്യണം അല്ലേ. 10 ഇൻറ്റു 9 90 പ്ലസ് 3 ഇൻറ്റു 9 27 അല്ലേ. അതേപോലെ ഇത് അങ്ങനെ തന്നെ 10 ഇൻറ്റു 3 30 9 ഇൻറ്റു 3 27 അല്ലേ. അങ്ങനെ ചെയ്യാം. അപ്പോൾ 57 കിട്ടിട്ടോ. അപ്പോൾ ഇതിൽ ഏതാണ് വലുത്? ഫസ്റ്റത്തെ അല്ലേ. അതായത് 13 ഇൻറ്റു 9 ആണ് വലുത് അല്ലേ. 117 വലുത്. ഓക്കെ,
ദെൻ ഇതിനെ നമുക്ക് ഈ രണ്ടാമത്തെ ഈ 19×3 ഇല്ലേ, അതിനെ നമുക്ക് എന്താക്കാം, വേറെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയാ? അത് പിന്നെ നിങ്ങൾ പഠിച്ചോളൂ. ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ പഠിക്കും കേട്ടോ. 20 - 1 വെച്ച് ചെയ്യുക. ഇപ്പം നിങ്ങൾ 10 തന്നെ പഠിക്കും. അതാണ് ഇപ്പോൾ. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം എന്താ നോക്കിയേ, 25 ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ 25 വന്നല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ഈ 19×3 ഇല്ലേ, ഈ 19×3 20ൻ്റെ അടുത്തായിട്ടുള്ള നമ്പർ അല്ലത്. അപ്പോൾ നമുക്ക് ഇതിനെന്താക്കാം അറിയോ, 20 - 3 എന്നാക്കാം. അപ്പോൾ 10 + 9 19 ആക്കിയില്ലേ. ഇത് നമുക്ക് എന്താക്കാം, വേറെ ഇത് 20 - 1 20 - 1 എന്ന് പറഞ്ഞാൽ എത്രയാ, 19 അല്ലേ. അപ്പോൾ ഇൻറ്റു എത്രയാ, 3 അല്ലേ. ഓക്കെ, ഈക്വൽ ടു ഈ 20×3 എത്രയാണ്, 60 അല്ലേ. അപ്പം 60 മൈനസ് പിന്നെ 1×3 എത്രയാ, 3 അല്ലേ. അപ്പോൾ 3. ഇനി 60ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാ, 57 അല്ലേ. 57 കണ്ടോ. ഈ 57 അല്ലേ, ഈ 57 നമ്മൾ ഈ 19×3 10 + 9 19×3 ചെയ്ത് അല്ലേ. അപ്പോൾ 57 കിട്ടി. ഈ 19×3 എന്താക്കിയത്, 20 - 1×3 ഇങ്ങനെ ചെയ്ത് 57 അല്ലേ. രണ്ട് സെയിം ആൻസർ കണ്ടോ. അപ്പോൾ നമുക്ക് എന്താ, 20ൻ്റെ അടുത്തുള്ള നമ്പർ നമുക്ക് മൈനസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, 10ൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ 10ൻ്റെ അടുത്ത് പ്ലസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ അടുത്ത് 25 വന്നപ്പോഴാണ് ടീച്ചർ ഇത് പറഞ്ഞു തന്നിട്ട്, അല്ലെങ്കിൽ ഞാൻ അടുത്തതിൽ പറഞ്ഞുതരാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇങ്ങനെ ചെയ്തപ്പോൾ സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് 25×6 എങ്ങനെ ചെയ്യാം, 25×6 20 + 5 ചെയ്യാം. ഓക്കെ, അപ്പോൾ 20 + 5 × 6 അല്ലേ. 20 25 20 + 5 25 അല്ലേ, ×6. ഇനി 20×6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 26 എന്ന് പറഞ്ഞാൽ എത്രയാ, 10×6 60 അല്ലേ. 26 120 അല്ലേ. അപ്പോൾ 2×6 12, അതിന് കൂടുതലൊരു 0 കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 120 120 പ്ലസ് പിന്നെയോ 5×6 എത്രയാ, 30 അല്ലേ, 30. ഓക്കെ, അപ്പോൾ 120 + 30 എത്രയാണ്, 150. മനസ്സിലായോ. അപ്പോൾ 150 കിട്ടി. ഇനി അടുത്ത 26×5 അല്ലേ. അപ്പോൾ 26×5 നമുക്ക് എങ്ങനെ എഴുതാം, 20 + 6 കൊടുക്കാം അല്ലേ. 20 + 6. ഓക്കെ, 20 + 6 × 5 അല്ലേ. ഇപ്പം എന്താണ്, 26 നമ്മൾ എന്താക്കി, 20 + 6 അല്ലേ. അപ്പോൾ 20 + 6 ആണ് 26 × 5 എഴുതി. ഇനി ഈ 5 ഇതിനും ബാധകമാണ് ഇതിനും ബാധകമാണ് അല്ലേ. അപ്പോൾ 20×5 എത്രയാണ്, 100 + 6×5 30 അല്ലേ. അപ്പോൾ 130 അല്ലേ. അപ്പോൾ എന്താണ്, 150 130 വലുത്, 150 അല്ലേ. അപ്പോൾ എന്താണ്, ഈ ഫസ്റ്റ് 25×6 ആണ് എന്ത് ഏറ്റവും വരുന്നത് അല്ലേ. ഇനി അടുത്ത ചോദ്യം എന്താണ് നോക്കിയേ, എന്താണ്, ചതുര ഗുണനാണ് അല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ എത്ര പൊട്ടുകൾ ഉണ്ടെന്ന്. അപ്പോൾ 15×13 ആണ് അല്ലേ ഇത് ശരിക്കും വരുന്നത്. അപ്പോൾ 15×13 നമുക്ക് എങ്ങനെ എന്താ ചെയ്യേണ്ടത്, 10 5 ആക്കാം. 15 നമ്മൾ 10 5 ആക്കി. ഓക്കെ, പിന്നെ എന്താക്കാം, ഈ 13 നമ്മളെന്താണ് 10 3 ആക്കി. അപ്പൊ 10 5 ആക്കി, 10 3 ആക്കി അല്ലേ. അപ്പൊ ഇവിടെ ഈ കള്ളിയിൽ എന്തുണ്ടാവും, 3×10 ഉണ്ടാവും. ഇവിടെയോ 5×3 അല്ലേ. അപ്പൊ ഇവിടെ ഇനിയോ ഇവിടെ 10×10 ഉണ്ടാവും. ഇവിടെയോ 10×5 അല്ലേ. ഇതാ 10 ഇവിടെ ഉണ്ട്, പിന്നെ നേരെയുള്ള ഈ താഴെയുള്ള ഈ 5 അല്ലേ, 10×5. അപ്പൊ മൊത്തം എത്ര ആയിരിക്കും, ഇവിടെ 10×3 30 + 15 അല്ലേ. 15 ഇവിടെ ഉണ്ടാവും. 30 + 15 എത്രയാ, 45. പിന്നെ 10×10 100 അല്ലേ. അപ്പൊ 145. പിന്നെ ഇവിടെ എത്രയാണ്, 50 അല്ലേ. 10×5 50 അല്ലേ. അപ്പൊ 195 അല്ലേ. അപ്പൊ 195 കിട്ടിയ കണ്ടില്ലേ. ഇനി നോക്കൂ, ഇതിന് ഇനി പൊട്ടുകൾ വരയ്ക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ 18×12 ചെയ്യുന്നത് നോക്കിയാൽ നോക്കൂ. അപ്പോൾ 18×12 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ 12നെ 10 2 ആക്കി, ഈ 18നെ 10 8 ആക്കി. അപ്പോൾ ഇവിടെ എന്ത് വരും, 10×10 വരും 100 അല്ലേ. ഇവിടെ 8×10 80, ഇവിടെ 2×10 20, 2×8 16 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 100 + 80 + 20 + 16 216 കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, അപ്പോൾ നിങ്ങൾക്ക് ഈ രീതി മനസ്സിലായല്ലോ. ഇനി ഞാൻ പറഞ്ഞിരുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ഈ രീതി. ഇതിപ്പം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഈ 18×12 എന്ന് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 18×12 അല്ല. അപ്പോൾ നമ്മൾ 18
ഇൻറ്റു ഇതാണ് നമുക്ക് വലിയ ക്ലാസ്സുകളിലും ഇതൊക്കെ വരുമ്പോൾ ഇതാക്കുക കേട്ടോ. ഇപ്പോൾ ഇത് പഠിക്കുക. അപ്പോൾ 18 ഇൻറ്റു 12 നമ്മൾ ഇങ്ങനെ എഴുതുക ആദ്യം. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സംഖ്യ അല്ലേ, ഈ അടിയത്തെ ഈ സംഖ്യ 2 എന്ന് പറഞ്ഞാൽ ആ സംഖ്യനെ കൊണ്ട് ഇത് ഇൻറ്റു ചെയ്യുക ആദ്യം. പിന്നെ അതിനോട് ഇതും ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത് മനസ്സിലായില്ല? ഇതിനോട് ആദ്യം ഇത് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2 ഇൻറ്റു 8 എത്രയാണ്? 16 അല്ലേ? 16 നമ്മൾ 6 അവിടെ എഴുതുള്ളൂ കേട്ടോ. 1 അവിടെ ശിഷ്ടം വെക്കും, ബാലൻസ് വെക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 2 ഇൻറ്റു 1 ചെയ്യുക. അപ്പോൾ 2 അല്ലേ? 2 ഇൻറ്റു 1 2. 2നോട് നമ്മൾ നേരത്തെ ശിഷ്ടം വെച്ചില്ലേ, അത് കൂട്ടുക. അപ്പോൾ എന്താ 2 + 1 3. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2ന്റെ ഇപ്പുറത്തുള്ള ഈ സംഖ്യ ഉണ്ടല്ലോ, ഈ സംഖ്യനോട് ഈ ഇപ്പുറത്തുള്ള ഈ ഇത് ആദ്യം ഇൻറ്റു ചെയ്യുക, പിന്നെ ഈ മുകളിലത്തെ ഇതും ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ 1 ഇൻറ്റു 8 എത്രയാണ്? അത് 8 അല്ലേ? അത് ഈ രണ്ടാമത്തേന്റെ ചോട്ടിൽ എഴുതണം കേട്ടോ. 1 2 ഈ രണ്ടാമത്തേന്റെ ചോട്ടിലാണ് എന്ത് ആ ഇൻറ്റു ചെയ്ത് നമ്മൾ എഴുതുന്നുണ്ട്. അപ്പോൾ 1 ഇൻറ്റു 8 എത്രയാണ്? 8. ഓക്കെ, ഇനി 1 ഇൻറ്റു 1 എത്രയാ? ഇവിടെ ബാലൻസ് ഒന്നും ഇല്ല അല്ലെ? 1 ഇൻറ്റു 8 പറഞ്ഞാൽ 8 അല്ലേ? ശിഷ്ടം ഒന്നും വെക്കാനില്ലല്ലോ, അതുകൊണ്ട് വേണ്ട. 1 ഇൻറ്റു 8 8 എഴുതി. ഇനി 1 ഇൻറ്റു 1 എത്രയാ? 1. അതിൻ്റെ ഇപ്പുറത്തായി തന്നത്. ഓക്കെ, ഇവിടെ എഴുതുക. ഇനി നമ്മൾ താഴെ വരയ്ക്കുക. ഇനി ഇത് പ്ലസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 6 എത്ര? ഇവിടെ 6 തന്നെ എഴുതുക, ആ സംഖ്യ തന്നെ എഴുതുക. പിന്നെ ഇത് രണ്ടും കൂടി കൂട്ടുക. 8 3 എത്ര? 8 9 10 11 അല്ലേ? 11 1 ഇവിടെ എഴുതുക, 1 ഇവിടെ ശിഷ്ടം അല്ലേ? ഇതിന് നേരെ എഴുതുക. പിന്നെ ഈ 1ഉം ഈ 1ഉം കൂടി കൂട്ടുക. എത്രയാണ്? 2. കണ്ടോ? അപ്പോൾ എത്ര നമുക്ക് കിട്ടിയേ? 216 അല്ലേ? 216 എന്ത് കിട്ടിയിരിക്കുന്നത്? നമ്മൾ 18 ഇൻറ്റു 12 ആക്കണല്ലേ? ഇവിടെ കിട്ടിയ 216 അല്ലേ? ഇവിടെ കിട്ടി 216, ഇത് 216. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ഇത് പഠിക്കുക. അപ്പം എന്താണ്, വലിയ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് വേണ്ടിയേ. ഇതും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ചെയ്യേണ്ട രീതി എന്താക്കുക മനസ്സിലായല്ല? ആദ്യം രണ്ടാമത്തെ അല്ലേ ഇതിലുള്ള ഈ നമ്പറിനോട് ഇതിൻ്റെ ചെയ്യുക, ബാലൻസ് എന്തെങ്കിലും അടവെക്കുക. പിന്നെ ഇതിനോട് ഇതിൻ്റെ ചെയ്യുക, എന്നിട്ട് ആ ബാലൻസ് കൂട്ടുക. പിന്നെ രണ്ടാമത്തെ ആണ് നമ്മൾ ചെയ്യുന്നത്, ആ ഇതിനോട് ഇത് ചെയ്തിട്ട് ഈ രണ്ടാമത്തേൻ്റെ ചോട്ടിലാണ് എഴുതേണ്ടത്. പിന്നെ ഇവിടുന്ന് ഇതിൻ്റെ ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് എഴുതണം. ഓക്കെ, എന്നിട്ട് എന്താക്കുക വരച്ചിട്ട് ഇത് കൂട്ടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം ഇത് കിട്ടി 216 കിട്ടി. മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കിയാ, ഇതുപോലെ നമുക്ക് ചുവടെയുള്ള കണക്കുകൾ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ 13 ഇൻറ്റു 15 എത്രയാണ്? 13 ഇൻറ്റു 15 നമ്മൾ ഒന്ന് അങ്ങനെ ചെയ്യാം. നോക്കാം. 13 ഇൻറ്റു 15 നിങ്ങൾക്ക് ആ ടേബിൾ വരച്ചിട്ടും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ പഠിക്കുക. 13 ഇൻറ്റു 5 എത്രയാണ്? ഈ 5 ഇൻറ്റു ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 3 എത്രയാ? 15 അല്ലേ? 15 1 ശിഷ്ടം. അപ്പോൾ ഇവിടെ മാറ്റി വെക്കുക. ഇനി ഈ 5നോട് ഈ 1 ഇൻറ്റു ചെയ്യുക. ഈ 3ന്റെ അപ്പുറത്തുള്ള ഈ നമ്പറില്ല, അതിനോട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 ഇൻറ്റു 5 5. 5നോട് ഈ ശിഷ്ടം കൂട്ടുക. 5നോട് 1 കൂട്ടിയാൽ 6. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ ചെയ്യുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ അടിയിലാണ് എഴുതേണ്ടത്. ഓക്കെ, 1 ഇൻറ്റു 3 3 അല്ലേ? അപ്പോൾ 3 ഇവിടെ എഴുതുക. പിന്നെയോ 1 ഇൻറ്റു 1 എത്രയാണ്? 1. അത് ഇതിൻ്റെ ഇപ്പുറത്ത് എഴുതണം കേട്ടോ. ഇങ്ങോട്ടേക്ക് എഴുതരുത്, ഇപ്പുറത്താണ് എഴുതേണ്ടത് കേട്ടോ. ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്ലസ് ചെയ്യുക. അല്ലേ? 5 ഇവിടെ ഇറക്കി എഴുതുക. അവിടെ വേറെ ഒന്നുമില്ലല്ലോ, 0 ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി 6 + 3 എത്രയാണ്? 9 അല്ലേ? 9 എന്ന് എഴുതുക. ഇനി ഇവിടെ 1 എന്ന് എഴുതുക. ഓക്കെ, അപ്പൊ 195 ആണ് കേട്ടോ. 13 ഇൻറ്റു 15 എത്രയാണ്? 195. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? 17 ഇൻറ്റു 16 ആണ് അല്ലേ? അപ്പൊ 17 ഇൻറ്റു 16 എങ്ങനെ ചെയ്യാം ആണ് ഇനി അടുത്ത് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ 17 ഇൻറ്റു 16 നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതാ അവിടെ നമുക്ക് ചെയ്യുന്നത് നോക്കാം കേട്ടോ. 17 ഇൻറ്റു 16 നമുക്ക് ഈ മോളത്തെ ബോക്സ് മെത്തേഡും ചെയ്യാം, ഇങ്ങനെയും ചെയ്യുക. ഇങ്ങനെയും ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതാണ് നല്ലത്. മറ്റേത് എന്താക്കുക? 10 7 കൊടുക്കുക ഇവിടെ അല്ലേ? 10 7 കൊടുക്കുക. പിന്നെ മറ്റേടത്ത് 10 6 കൊടുക്കുക അല്ലേ? എന്നിട്ട് 10 10 ഒരു ബോക്സിൽ എടുക്കുമ്പോൾ 100 അങ്ങനെ ചെയ്ത് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക. 17 ഇൻറ്റു 16 7 6 എത്ര? 42 അല്ലേ? 42ൽ 2 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. 4 ബാലൻസ് ശിഷ്ടം കേട്ടോ. ദെൻ 6 1 എത്രയാ? 6 തന്നെ അല്ലേ? 6നോട് ഈ 4 കൂട്ടുകയാണ് വേണ്ടത് കേട്ടോ. അപ്പം കൂട്ടിയാൽ നമ്മളത് കട്ട് ചെയ്യാം. അപ്പോൾ 6ഉം 4ഉം കൂടി കൂട്ടിയാൽ 10 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഒരു 7 7 അത് ഈ രണ്ടാമത്തേൻ്റെ ചോട്ടിൽ എഴുതണം കേട്ടോ. അപ്പോൾ ഇവിടെ 7. ഇനി ഒരു 1 1 അല്ലേ? അതിവിടെ എഴുതുക.
ഇനി എന്താക്കുക, അത് കൂട്ടുക. 2നോട് അതേപോലെ ഇറക്കി എഴുതുക. പിന്നെ 0 7 എത്രയാണ് 7, പിന്നെ 1 1 എത്രയാണ് 2 അല്ലേ. അപ്പോൾ 272 എന്ത് 17 × 16 എന്ന് പറഞ്ഞാൽ എത്രയാണ് 272 കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, എന്താണ് 18 × 19 കേട്ടോ. അപ്പോൾ 18 × 19 ഇതേപോലെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് 10 9 10 8 ഒക്കെ വെച്ചിട്ട് എന്താക്കുക, ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇതുപോലെ ഇതേപോലെ അല്ലേ. ഈ 18 19 അല്ലേ. അപ്പോൾ ഇവിടെ 10 8 കൊടുക്കുക, പിന്നെ അപ്പുറത്ത് 10 9 കൊടുക്കുക, എന്നിട്ട് ചെയ്യുക. ഓക്കെ, 18 × 19 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്താ 8 9 എത്രയാണ്? മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നന്നായി പഠിക്കണം കേട്ടോ. 8 9 72. 72 2 ഇവിടെ എഴുതേണ്ടത് കേട്ടോ. 7 ബാലൻസ് ശിഷ്ടം കേട്ടോ. പിന്നെ 1 9 9. 9നോട് ഈ 7 കൂട്ടിയ എത്രയാണ് 16 അല്ലേ. ആ 16 ആ ബാലൻസ് നമ്മൾ കൂട്ടണം കേട്ടോ. അപ്പം 9നോട് 7 കൂട്ടിയ 16, ആ 16 ഇവിടെ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പം 162 അല്ലേ. ഇനി എന്താണ് ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ. അവിടെ 2 നമ്പർ ഉണ്ട് അല്ലേ. അപ്പം ഇപ്പുറത്തുള്ള ഈ നമ്പർ ഉണ്ട് ഇൻറ്റു ചെയ്യാൻ മുകളിലത്തെ ഇതില്ലേ. ഒരു 8 8 അത് ഈ രണ്ടാമത്തേൻ്റെ ചുവട്ടിലായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഒരു 8 8, പിന്നെ ഇവിടെ ബാലൻസ് ഒന്നുമില്ല അല്ലേ. പിന്നെ ഒരു 1 1, ആ 1 എന്നുള്ള ഇപ്പുറത്താണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ ഇനി എന്താക്കുക, അത് പ്ലസ് ചെയ്യുക. അപ്പോൾ 2 അതേപോലെ ഇറക്കി എഴുതുക. പിന്നെ 6 8 കൂട്ടി എത്രയാണ് 14 അല്ലേ. അപ്പോൾ ഇവിടെ എഴുതുക. പിന്നെ 1 ശിഷ്ടം 14 1 ശിഷ്ടം ഇവിടെ കൊടുക്കുക. പിന്നെ ഈ 2 1 1 2 2നോട് ഈ ശിഷ്ടം കൂട്ടും 3 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 342 കേട്ടോ. 18 × 19 എത്രയാണ് 342. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 14 × 18 കേട്ടോ. അപ്പോൾ 14 × 18 എങ്ങനെ നമുക്ക് ചെയ്യാം? ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ബോക്സ് വെച്ചും ചെയ്യാം കേട്ടോ. 14നെയും 18നെയും എങ്ങനെ എന്താക്കുക, 10 4 ആക്കുക, 10 8 ആക്കുക. എന്നിട്ട് എന്താക്കുക, അത് എന്താണ് 10 10 ഗുണിക്കുക. അപ്പം 100 വരും. 10 പിന്നെ എന്താണ് പറഞ്ഞിരുന്നത് ഇവിടെ 10 8 അല്ലേ ഇരുന്നോ. ഇവിടെ 10 4 അല്ലേ. അപ്പോൾ 10 കിട്ടുമ്പോൾ 10 × 8 80. പിന്നെ ഇവിടെ 4 അല്ലേ ഇരുന്നു. അപ്പോൾ 4 × 10 40. പിന്നെ ഇവിടെ എത്ര 8 4 അല്ലേ. 8 4 എത്രയാണ് 32 അല്ലേ. അത് എഴുതുക. എന്നിട്ട് ഇത് തമ്മിൽ കൂട്ടി ഇവിടെ എഴുതുക. ഇത് തമ്മിൽ കൂട്ടി ഇവിടെ എഴുതുക. എന്നിട്ട് അത് രണ്ടും കൂട്ടുക കേട്ടോ. അങ്ങനെയും ചെയ്യുക. പിന്നെ ഇതാണ് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ടീച്ചർ മെത്തേഡ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ 14 × 18 കേട്ടോ. 14 × 18. അപ്പം 14 × 18 ഇങ്ങനെ എഴുതുക ആദ്യം. എന്നിട്ട് അടിയിൽ ഇങ്ങനെ വരയ്ക്കുക. ഇതൊക്കെ ഈ വരയും ഇതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. വരയ്ക്കാതെ നിൽക്കരുത്, വരയ്ക്കുക. ഇനി 4 8 എത്രയാ 32 അല്ലേ. 3 ശിഷ്ടം, ആ 3 ശിഷ്ടം ഇവിടെ സൈഡിൽ എഴുതുക. ഓക്കെ, ഇനി ഒരു 8 8 8നോട് ഈ ശിഷ്ടം കൂട്ടുക. 8നോട് ശിഷ്ടം കൂട്ടുമ്പോൾ ഈ 3 അങ്ങോട്ട് വെട്ടിക്കളയണം കേട്ടോ. പിന്നെ നമ്മൾ എവിടെക്കോ എഴുതുമ്പോൾ കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ്. അപ്പോൾ 8നോട് ഈ 3 കൂട്ടി എത്ര 8 9 10 11 അല്ലേ. 11 ഇവിടെ 11 എഴുതുക. ഓക്കെ, പിന്നെ ഈ നമ്പർ അടുത്ത നമ്പർ ഇതില്ലേ, അത് രണ്ടാമത്തെ നമ്പറാണ്. അപ്പോൾ രണ്ടാമത്തേൻ്റെ ചോട്ടിൽ നമ്മൾ എഴുതണം കേട്ടോ. അപ്പോൾ ഒരു 4 4 എന്നുള്ളത് ഇവിടെ എഴുതുക. പിന്നെ ഒരു 1 1 ഇവിടെ എഴുതുക. ഓക്കെ, ഇനി നമ്മളിത് കൂട്ടുക. 2 4 1 5, പിന്നെ 1 1 2 കേട്ടോ. അപ്പോൾ 252 കേട്ടോ. അപ്പോൾ 252. ദെൻ അപ്പോൾ എന്താണ് ഇതിനോട് ആദ്യം ഫസ്റ്റത്തെ ഈ നമ്പറിനോട് മുകളിലത്തെ ഈ 4 ഇൻറ്റു ചെയ്യുക. അതിൻ്റെ നേരെ മുകളിലത്തെ ഏത് നമ്പറാണ് ആ നമ്പറിനോട് ഇൻറ്റു ചെയ്യുക. പിന്നെ ശിഷ്ടം ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക. പിന്നെ ഈ നമ്പറിനോട് ഇത് ഇൻറ്റു ചെയ്യുക അല്ലേ. ഇവിടെ ശിഷ്ടം ഉണ്ടെങ്കിൽ കൂട്ടിയിട്ട് ഇതിലിൻ്റെ കൂട്ടുക. പിന്നെ അടുത്ത രണ്ടാമത്തെ ലൈനിലാണ് ഈ രണ്ടാമത്തെ നമ്പർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനോട് ഈ ഇത് ഇൻറ്റു ചെയ്യുക. പിന്നെ ശിഷ്ടം ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക. പിന്നെ ഇതിനോട് ഇതിൻ്റെ ചെയ്യുക. ആ ശിഷ്ടം കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. എന്നിട്ട് പ്ലസ് ചെയ്യാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ 14 × 18 നമുക്ക് എത്ര കിട്ടിയത് 252 അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 15 × 15 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ 15 × 15 ചെയ്യാം? 15 × 15 ഒറ്റക്കൊന്ന് ചെയ്ത് നോക്കുക. ടീച്ചർ ഇത് പോസ് നോക്കിയിട്ടൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. 15 × 15 ടീച്ചർ പറഞ്ഞ മെത്തേഡിൽ കേട്ടോ. ഇനി എന്താണ് 5 5 എത്രയാ 25 അല്ലേ. 2 ശിഷ്ടം അല്ലേ, അത് മാറ്റി വെക്കുക. പിന്നെ ഒരു 5 5 5നോട് 2 കൂട്ടി എത്രയാണ് 5 6 7 അല്ലേ. പിന്നെ അടുത്ത രണ്ടാമത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 5 അത് ഈ രണ്ടാമത്തേൻ്റെ ചൂട്ടിലൂടെ എഴുതുക. പിന്നെ ഒരു ബാലൻസ് ഒന്നുമില്ല അല്ലേ. ഒരു 1 1 അത് ഇപ്പുറത്ത് എഴുതുക. ഇനി എന്താക്കുക കൂട്ടുക അല്ലേ. 5 7 5 എത്രയാണ് 12 1 ശിഷ്ടം അല്ലേ.
പിന്നെ ഈ 1 2 2 ഇപ്പോൾ എത്ര 225 കേട്ടോ. അപ്പോൾ 15 × 15 എത്രയാണ് 225. ഓക്കെ, കിട്ടിയല്ലോ അല്ലേ. ഇനി എന്താ ഇവിടെ പറയുന്നു, ഇങ്ങനെ മറ്റ് ഗുണനക്രിയകളും ചെയ്യാമെന്നാണ് പറഞ്ഞു. അപ്പം ടീച്ചർ പറഞ്ഞ മെത്തേഡിൽ 24 × 17 ചെയ്ത് നോക്കാം കേട്ടോ. ഇവർ പറഞ്ഞ് ഈ മെത്തേഡിലും ചെയ്ത് നോക്കാം. അപ്പോൾ 24 × 17 അല്ലേ, ഈ 24 × 17 എന്താക്കാം നമുക്ക്, ഈ 24നെ 20 ഉം 4 ആക്കാം. 20 + 4 ആണല്ലോ 24 അല്ലേ. പിന്നെ 17 എന്ന് പറയുമ്പോൾ എന്താ 10 7 ആണ് അല്ലേ. അപ്പോൾ 20 × 10 അല്ലേ. അപ്പം ഇങ്ങനെ 4 കള്ളിയാക്കി വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക, 20 × 10 ഇവിടെ ഇൻറ്റു ചെയ്യുക 200 അല്ലേ. പിന്നെ ഇവിടെ എഴുതേണ്ടത് എന്താണ്, ഇതിനെ ഈ നമ്പറും ഈ നമ്പറും ഇൻറ്റു ചെയ്തിട്ട് 4 × 10 40 അല്ലേ. പിന്നെ ഇവിടെ ഇതിൻ്റെ താഴെ ഉള്ളത് A-ൻ്റെ നേരെ 20ൻ്റെ നേരെയായിട്ട് എന്താ 20 × 7 140 ആണ്. പിന്നെ 4 × 7 28 അല്ലേ. ഇനി തമ്മിൽ എന്താണ് ഇത് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. 240 240 240 140 28 168. എന്നിട്ട് ഈ 240 + 168 കൂട്ടിയാൽ 408. അപ്പോൾ 20 × 17 എത്രയാണ് 408 അല്ലേ. ഇനി 35 × 29 ആണെങ്കിലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ 35 × 49 ആണെങ്കിൽ എന്താണ്, നമുക്ക് ഇങ്ങനെ കള്ളി വരയ്ക്കുക. എന്നിട്ട് 35നെ നമുക്ക് എന്താക്കുക, 30 + 5 ആണല്ലോ 35 അല്ലേ. അപ്പോൾ 30 5 എഴുതുക. പിന്നെ 29 20 9 അല്ലേ. അപ്പോൾ ഇനി എന്താക്കുക, 30 × 20 ആണ് ഇവിടെ ഇതിൻ്റെ അല്ലേ. 30 × 20 എത്ര 600 അല്ലേ. പിന്നെ 5 × 20 എത്ര 100 ഇവിടെ എഴുതുക. പിന്നെ 30 × 9 270 ആണ് ഇവിടെ എഴുതുക. പിന്നെ 5 × 9 45 അല്ലേ. പിന്നെ 600 100 കൂട്ടി 700 270 + 45 315. പിന്നെ 700 315 കൂടി കൂട്ടി 1015 കേട്ടോ. പിന്നെ 345 × 26 ആണെങ്കിലോ എന്നാ. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കളങ്ങൾ വരയ്ക്കേണ്ടി വരും അല്ലേ. 345 നമ്മൾ 300 + 40 + 5 എന്നുള്ള എഴുതുക. പിന്നെ 20 6ഉം എന്താക്കുക, 26നെ 20 + 6 26 അല്ലേ. അങ്ങനെ ചെയ്യുക. എന്നിട്ട് എന്താക്കുക, ഇവിടെ ഈ ഫസ്റ്റത്തെ കള്ളിയിൽ 300ഉം ഇത് 20 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 300 × 20 ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ എത്ര 6000 കിട്ടി. പിന്നെ 40 × 20 ആണ് ഈ കള്ളിയിൽ എഴുതേണ്ടത്, അത് 800 കിട്ടി. പിന്നെ 5 × 20 ആണ് എന്താക്കേണ്ടത്, ഇവിടെ എഴുതേണ്ടത് 100 അല്ലേ. ഇനി ഇവിടെ എഴുതേണ്ടത് 300 × 6 ആണ്, അത് 1800. പിന്നെ 40 × 6 ആണ് ഇവിടെ എഴുതുന്നത്, അപ്പോൾ 240 ഇവിടെ എഴുതുക. പിന്നെ 5 × 6 ആണ് ഇവിടെ എന്ത് 30 എന്ന് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ എന്താക്കുക, ഇത് മുകളിലത്തെ തമ്മിൽ അങ്ങ് കൂട്ടുക. 6000 + 800 + 100 അല്ലേ. എന്നിട്ട് അത് കൂട്ടിയതിന് ശേഷം അത് കൂട്ടിയിട്ട് എത്ര കിട്ടുക, 6900 അല്ലേ. പിന്നെ 1800 + 240 + 30 കൂട്ടിയാൽ 2070. അപ്പോൾ 8970 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഈ കണക്കുകൾ ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കുക, അങ്ങനെ കള്ളി വരച്ചിട്ട് ചെയ്യുക. നിങ്ങൾ എന്താക്കുക, ടീച്ചർ ഈ മെത്തേഡിലാണ് പറഞ്ഞു തരുന്നത്. 17 × 34 ആദ്യം ടീച്ചറെ പഠിപ്പിച്ച മെത്തേഡിലാണ് പറഞ്ഞിരുന്നത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതാണ് യൂസ്ഫുൾ ആവുക കേട്ടോ. അപ്പോൾ എന്താണ്, അങ്ങനെ ഇങ്ങനെ മറ്റേ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, അങ്ങനെയും ചെയ്യുക. ആൻസർ നമുക്ക് നോക്കാം കേട്ടോ. ഇതിലെ 12 34 എന്താക്കും, 10ഉം 2ഉം എഴുതുക. 34നെ 30ഉം 4ഉം ആക്കി എഴുതിയിട്ട് കള്ളി വരച്ചിട്ട് എഴുതുക കേട്ടോ. അതുപോലെ 23 × 45 എന്താക്കുക, 20ഉം 3ഉം ആക്കുക. പിന്നെ 40ഉം 5ഉം ആക്കുക. എന്നിട്ട് ഇൻറ്റു ചെയ്ത് പ്ലസ് ചെയ്ത് എഴുതുക. 75 × 75 എന്താക്കുക, 70 + 5ഉം 70 + 5ഉം ഇങ്ങനെ എഴുതുക. എന്നിട്ട് കള്ളി വരയ്ക്കുക. 123 × 45 100 + 20 + 3 അല്ലേ. അപ്പോൾ 100 ഒരു ഇത് 20 1 3 1. പിന്നെ 45 40 5 അല്ലേ. പിന്നെ 320 × 78 നമുക്ക് ഇങ്ങനെ ആക്കാം, 300 + 300ഉം എത്ര 300 20ഉം 0 അല്ലേ. പിന്നെ 78നെയോ 7 70ഉം 8 അല്ലേ. അങ്ങനെ ആക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് ഞാൻ ടീച്ചർ ചെയ്യുന്ന ഈ മെത്തേഡിലാണ്. ഈ മെത്തേഡ് നന്നായി പഠിക്കുക. ഇതൊക്കെയാണ് വലിയ ക്ലാസ്സിൽ ആവശ്യം വരിക കേട്ടോ. അതുകൊണ്ടാണ് ടീച്ചർ ഈ മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ 12 × 34 കേട്ടോ. 12 × 34 34. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, 2 4 എത്രയാണ് 8 അല്ലേ. 2 × 4 8. ഇനി 4 × 1 എത്രയാണ് 4 അല്ലേ. ഇനി രണ്ടാമത്താണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ രണ്ടാമത്തേൻ്റെ ചുവട്ടിൽ അവിടെ എഴുതേണ്ട കേട്ടോ, അടിയിൽ എഴുതേണ്ട. 3 × 2 എത്രയാണ് 6 കേട്ടോ. പിന്നെ ഒരു 3 3 അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, അത് പ്ലസ് ചെയ്യുക. 8 6നോട് 4 കൂട്ടിയാൽ എത്രയാണ് 10. പിന്നെ 1 ശിഷ്ടം അല്ലേ. 3 1 4 അല്ലേ. 408 ആണ് വരിക കേട്ടോ. 12 × 34 408 കേട്ടോ. 23 × 45 അല്ലേ. അപ്പോൾ 23 × 45 എത്രയാണ് 23 × 45. അപ്പം നമുക്കിങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അല്ലേ. അപ്പം 5 3 എത്രയാ 15 അല്ലേ. 15ൽ 1 ബാലൻസ്. പിന്നെ 5 2 10. 10നോട് ഈ ശിഷ്ടം കൂട്ടിയാൽ 11 അല്ലേ. ദെൻ 4 3 എത്രയാ 12.
രണ്ടാമത്തെ ചൂട്ടിൽ എഴുതണ്ടേ അല്ലേ. 1 ശിഷ്ടം 4 2 8 8നോട് 1 കൂട്ടിയാൽ എത്ര 9 അല്ലേ. 9 വരും. ഇനി നമുക്ക് എന്താക്കുക അത് കൂട്ടുക ചെയ്യാം അല്ലേ. അപ്പം 5 5 അങ്ങനെ ഇറക്കി എഴുതാം. പിന്നെ 1 2 3 പിന്നെ 9നോട് 1 കൂട്ടിയാൽ 10 അല്ലേ. അപ്പോൾ 1035 23 × 45. ഓക്കെ. അടുത്ത 75 × 75 കേട്ടോ. 75 × 75. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യുക. ഫസ്റ്റ് ഈ സൈഡത്തെ നമ്പർ എടുക്കുക, ഇത് മുകളിലത്തെ ഇൻറ്റു ചെയ്യുക അല്ലേ. 5 5 എത്രയാണ് 25. അവിടെ ശിഷ്ടം വന്നു ഇവിടെ എഴുതി നമുക്ക്. പിന്നെന്താണ് 7 5 എത്രയാണ് 35. 35നോട് ഈ ശിഷ്ടം കൂട്ടുക. അപ്പോൾ 37 അല്ലേ. 37. ഇനി എന്താണ് രണ്ടാമത്തെ ചെയ്യുക. 7 5 35 ഈ രണ്ടാമത്തേൻ്റെ ചുട്ടിൽ എഴുതുക. 35 5 ഇവിടെ എഴുതേണ്ടത്. 3 സൈഡിൽ എഴുതുക. പിന്നെ 7 7 49. 49നോട് ഈ 3 കൂട്ടി എത്ര 49 50 51 52 അല്ലേ. അപ്പോൾ ഇവിടെ 52 എന്ന് എഴുതുക. 52 എന്ന് എഴുതുക. ദെൻ എന്താക്കുക അത് നമുക്ക് കൂട്ടുക അല്ലേ. അപ്പോൾ അത് 5 7 7നോട് 5 കൂട്ടിയാൽ എത്ര 12 1 ശിഷ്ടം അല്ലേ. അപ്പോൾ 3 2 5 5നോട് 1 കൂട്ടിയാൽ എത്ര 6. ഇവിടെ ശിഷ്ടം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ശിഷ്ടം 7 5 കൂട്ടിയതിൻ്റെ ശിഷ്ടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് 6 എന്നത്. പിന്നെ എന്താണ് ഇവിടെ ശിഷ്ടമൊന്നുമില്ല. പിന്നെ 5 ഇങ്ങനെ എഴുതുക അല്ലേ. അപ്പോൾ 5625 ആണ് എന്ത് 75 × 75 എത്ര 5625 അല്ലേ. 5625 ആണ് എന്ത് 75 × 75 കേട്ടോ. അടുത്ത ക്വസ്റ്റൻ എന്താണ് 123 × 45 ആണ് കേട്ടോ. 123 × 45 നമുക്ക് എങ്ങനെ ചെയ്യാം. 123 × 45. ഓക്കെ. 123 × 45. മറ്റേ ബോക്സ് ആക്കി ചെയ്യുന്നത് എങ്ങനെയാ 100ഉം 20ഉം 3 എടുക്കുക. മറ്റേ താഴെയായിട്ട് 40ഉം 5 എടുക്കുക. എന്നിട്ട് ഇൻറ്റു ചെയ്തിട്ട് എഴുതുക കേട്ടോ. ദെൻ ഇനി എന്താ ചെയ്യുക 123 × 45 എങ്ങനെ എഴുതുക. അപ്പോൾ 3 5 15. 15 5 ഇവിടെ എഴുതുക. ശിഷ്ടം 1 അല്ലേ. 5 2 10. 10നോട് 1 കൂട്ടിയാൽ 11 1 ശിഷ്ടം അല്ലേ. 1 6 ശിഷ്ടം. പിന്നെ ഒരു 5 5 5നോട് ഈ ശിഷ്ടം കൂട്ടിയാൽ 6 അല്ലേ. 6 ഇവിടെ എഴുതി. ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. 5നോട് 3 ഇൻറ്റു ചെയ്യുക. പിന്നെ ശിഷ്ടം എടുത്ത് വെക്കുക. പിന്നെ 5നോട് 2 ഇൻറ്റു ചെയ്യുക. ശിഷ്ടം കൂട്ടിയിട്ട് ഇവിടെ ഇത് ശിഷ്ടം എടുത്ത് വെക്കുക. പിന്നെ 5നോട് ഇവിടെ ഈ ഇൻറ്റു ചെയ്യുക. എന്നിട്ട് അത് ശിഷ്ടം കൂട്ടി എഴുതുക കേട്ടോ. ഇനി ഇവിടെ ഒരു നമ്പർ ഉണ്ട് 5നോട് വീണ്ടും ഇവിടെ തന്നെ ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ തന്നെ ചെയ്യണം കേട്ടോ. ഇനി അപ്പോൾ ഇവിടെ 123. ദെൻ അടുത്ത എന്താണ് 4 3 12. 12 രണ്ടാമത്തേൻ്റെ ചുവട്ടിൽ എഴുതുക. 2 എന്ന് എഴുതുക. 1 ശിഷ്ടം. പിന്നെ 4 2 8. 8നോട് ഈ ശിഷ്ടം കൂട്ടി എത്രയാണ് 9 അല്ലേ. പിന്നെ ഒരു 4 4 അതിവിടെ എഴുതുക. എന്നിട്ട് എന്താക്കുക അത് പ്ലസ് ചെയ്യുക അല്ലേ. അപ്പോൾ 5 3 9 6 എത്രയാണ് 15 അല്ലേ. 9നോട് 6 കൂട്ടി എത്ര 15. 1 ശിഷ്ടം. ഇവിടെ 4 1 എത്രയാണ് 5 അല്ലേ. അപ്പോൾ 5535 ആണ് വരിക കേട്ടോ. 123 × 45. ഓക്കെ. അടുത്ത ചോദ്യം എന്താണ് 320 × 78 ആണ് അല്ലേ. 320 × 78 എങ്ങനെ നമുക്ക് ചെയ്യാം. 320 × 78. ഒന്നെങ്കിൽ നമുക്ക് 0 മാറ്റി വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് 320 × 78 അല്ലേ. 320 × 78 നമുക്ക് എന്താക്കുക 0 ഒഴിവാക്കിയിട്ട് 32 × 78 ചെയ്തിട്ട് ലാസ്റ്റ് 0 ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ 320 × 78 ചെയ്യാം. 320 × 78 ഇൻറ്റു ചെയ്തിട്ട് എന്താക്കുക 8നോട് ഇങ്ങനെ ചെയ്യാം. എത്രയാണ്. അപ്പോൾ 8നോട് 0 ഇൻറ്റു ചെയ്താൽ 0നോട് എന്ത് ഇൻറ്റു ചെയ്താൽ എന്താണ് 0 ആയിരിക്കും അല്ലേ. പിന്നെ 8നോട് 2 ഇൻറ്റു ചെയ്താൽ 16 1 ശിഷ്ടം അല്ലേ. 3 8 24. 24നോട് 1 കൂട്ടി എത്രയാണ് 25 അല്ലേ. ദെൻ 7നോട് 0 ഇൻറ്റു ചെയ്ത് എത്രയാണ് 0നോട് എന്ത് ഇൻറ്റു ചെയ്താലും 0 അല്ലേ. ഇനി 7 2 എത്രയാണ് 14. 14 ഇവിടെ എഴുതുക. 1 ശിഷ്ടം. ഓക്കെ. 7 3 എത്രയാണ് 20. നേരത്തെ 1 ഒക്കെ കട്ട് ചെയ്യട്ടോ. എന്താണ് 7 3 എത്ര 21. 21നോട് 1 കൂട്ടിയാൽ എത്ര 22. ഓക്കെ. 22. ഇനി നമുക്കിത് കൂട്ടാട്ടോ. 0 പിന്നെ 6 അല്ലേ. 6ഉം 0 എത്രയാണ് 6 അല്ലേ. പിന്നെ എത്രയാണ് 5 4 കൂട്ടി എത്രയാണ് 9. പിന്നെ 2 2 കൂട്ടി എത്രയാണ് 4. പിന്നെ 2 അല്ലേ. 24960 കേട്ടോ. അപ്പോൾ 24960 ആണെന്ത് 320 × 78. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
ഇൻറ്റു 15 540 36 15 ഇൻറ്റു 540. അങ്ങനെ ചൂടെയുള്ള ഗുണനഫലങ്ങളെ മനക്കണക്കായി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 36 ഇൻറ്റു 15 560. അങ്ങനെയാണെങ്കിൽ 36 ഇൻറ്റു 16 540 എന്താണ് 36 അങ്ങോട്ട് കൂട്ടിയാൽ മതി അല്ലേ. ഇപ്പം എന്ത് കിട്ടും? അപ്പം എന്താ കിട്ടിയ നമുക്ക് 576 അല്ലേ. അപ്പം ഇതിൻ്റെ ആൻസർ 36 ഇൻറ്റു 16 എത്രയാണ്? 576 കേട്ടോ. ദെൻ അടുത്ത ചോദ്യം എന്താണ്? 37 ഇൻറ്റു 15 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 37 ഇൻറ്റു 15 ആണെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാം? ഇവിടെ 36 ഇൻറ്റു 15 540 അല്ലേ. അപ്പോൾ 37 ഇൻറ്റു 15 ആണെങ്കിൽ എന്താ 540 ഒരു 15 കൂട്ടിയാൽ പോരെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 555 കിട്ടും കേട്ടോ. 555. ഓക്കെ, 555 കിട്ടും. ദെൻ അടുത്തത് എന്താണ് വരുന്നത് നോക്കിയേ. 36 ഇൻറ്റു 14 അല്ലേ. എന്താണ് 36 ഇൻറ്റു 14? 36 ഇൻറ്റു 15 എത്രയാണ്? 540 അല്ലേ. അങ്ങനെയാണെങ്കിൽ 36 ഇൻറ്റു 14 എത്രയാ? 36 ഇൻറ്റു 15 540. അങ്ങനെ ആകുമ്പോൾ 36 ഇൻറ്റു 14 എന്തായി? 540 36 കുറച്ചാൽ പോരെ. അപ്പം എന്ത് കിട്ടും നമുക്ക്? 504 എന്ന് കിട്ടും കേട്ടോ. എത്രയാണ്? 504 എന്ന് കിട്ടും. അടുത്ത 35 ഇൻറ്റു 15 കേട്ടോ. അപ്പോൾ 36 ഇൻറ്റു 15 540. അങ്ങനെ ആകുമ്പോൾ 35 ഇൻറ്റു 15 എന്താണ്? എന്തായിരിക്കും 35 ഇൻറ്റു 15? 540 ഈ 15 കുറച്ചാൽ പോരെ. അപ്പം എന്ത് കിട്ടും നമുക്ക്? 525 എന്ന് കിട്ടും കേട്ടോ. 525. ദെൻ ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടി. ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ എത്ര നമുക്ക് കിട്ടിയത്? 1360 കിട്ടി. അതിൻ്റെ അടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അതിൻ്റെ മുമ്പിലത്തെ സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാലോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടിയെങ്കിൽ ആ സംഖ്യ ഏതാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ചെയ്യാനുള്ള എളുപ്പമാർഗം തന്നെ എന്താണ്? 1360 അല്ലേ. ഒരു സംഖ്യനെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 അല്ലേ. അപ്പോൾ എന്താണ്? ആ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ആ സംഖ്യ കണ്ടുപിടിക്കണം എന്താണ്? 1360 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ, ഹരിക്കുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 85 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുന്ന ചോദിച്ചു. അപ്പോൾ 85 അല്ലേ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അടുത്ത സംഖ്യ പറഞ്ഞാൽ എത്ര? 86 അല്ലേ. അപ്പോൾ 86 ഇൻറ്റു 16 അല്ലേ. അപ്പോൾ 86 ഇൻറ്റു 16 എന്ത് കിട്ടും നമുക്ക്? 86 ഇൻറ്റു 16 1376 അല്ലേ. അപ്പോൾ 1376 എന്ത് ഇത് കിട്ടുക കേട്ടോ. 1376. ഇനി എന്താണ്? അതിന് മുമ്പത്തെ സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാലോ എന്ന് ചോദിച്ചാൽ 85 അല്ലേ ഇരുന്നോ. 85ൻ്റെ മുമ്പത്തെ സംഖ്യ അറിഞ്ഞാൽ എത്രയാണ്? 84 അല്ലേ. അപ്പോൾ ആ 84 ഇൻറ്റു എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? മുമ്പത്തെ സംഖ്യ അല്ലേ. അപ്പോൾ 85ൻ്റെ മുമ്പത്തെ സംഖ്യ അറിഞ്ഞാൽ 84 അല്ലേ. 84 16 ഇൻറ്റു ചെയ്താൽ എത്ര കിട്ടുക? 1344 കേട്ടോ. 1344. ഓക്കെ, അപ്പം 1344 കിട്ടുക. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താക്കുക? നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.